പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കലത്തപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നേരം വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇപ്പം നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യണമെങ്കിലും അരിപ്പൊടി യൂസ് ചെയ്യാം. അപ്പോൾ 1 കപ്പിന് പകരം നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുക. ഇതുപോലെ നമ്മൾ മിക്സിയിലിട്ട് 1/4 കപ്പ് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലൂസായി പോവും. അപ്പം നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ അതിലും വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്കായും 1 നുള്ള് ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതിലൊരു കഷ്ണം വീണത് ഞാൻ തേങ്ങ ഇട്ടത് ഒരു കട്ടയായി പോയി. അപ്പോൾ അതെടുത്ത് നമുക്കങ്ങ് മാറ്റാം. നമ്മൾ മാക്സിമം വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോവും. അപ്പം നമ്മൾ മാക്സിമം വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഉരുകിയൊന്ന് നമുക്കൊന്ന് നോക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കത് അരിപ്പയിൽ ഒഴിച്ച് മാറ്റാം. കാരണം എന്തെങ്കിലും കൊത്തൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരികയുള്ളൂ. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിപ്പൊടി ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അരിപ്പൊടി നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ തേങ്ങയും ചോറും ചേർത്ത് അരച്ചെടുക്കും. എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കളർ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വെള്ള ശർക്കരയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം അതിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കോരി മാറ്റുകയാണേ. ഇടയ്ക്കൊക്കെ അവസാനം കിടക്കുന്നതൊക്കെ അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്തും ഉള്ളിയും നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കാം. ഇത് നമുക്ക് വേവിക്കാനായിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട. കുക്കറിലായതുകൊണ്ട് കരിഞ്ഞു പോകുന്ന പേടിയും വേണ്ട. കുക്കർ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കുന്നില്ല. വെയിറ്റ് വെക്കാതെ വേണം നമ്മളിതൊരു 7 തൊട്ട് 10 മിനിറ്റ് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഇത്ര ഒരു ചൂടിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആവി വന്ന് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം വെന്തിട്ടുണ്ട് എന്ന്. അപ്പം തന്നെ നമുക്കിത് തുറന്നു നോക്കാം. ഒരു 7 തൊട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. നമ്മൾ ഇടയ്ക്കൊന്നും തുറന്നു നോക്കാൻ പാടില്ല. ഇതുപോലെ കുക്കറിൻ്റെ ഫിസിലിൻ്റെ മുകളിൽ നിന്ന് ആവി വരുമ്പോൾ നമ്മുടെ കലത്തപ്പം വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും ചൂടിലിരുന്ന് ആ ഒരു കലത്തപ്പം ഒന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് വിട്ട് കിട്ടും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതിനൊന്ന് നമുക്ക് മറിച്ചിടാം. ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ കുക്കറിൽ നിന്ന് അത് നന്നായിട്ട് വിട്ട് കിട്ടും.
ചെറിയൊരു രീതിയിൽ കളർ ചേഞ്ച് ആയതല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഞാനതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, ഈവനിങ് സ്നാക്സ് ആണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പരുവം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.